ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലൂഫ് എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ ഹീറോ ഇസക്ക് പൈനെ ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ മാക്സിമം വേഗത്തിലായിരിക്കും മുൻപോട്ടേക്ക് കുതിക്കുക. ആ സമയത്ത് 1 for all യൂസറിന്റെ ഫസ്റ്റ് യൂസർ അവളാണെങ്കിൽ ഇപ്പോൾ ഹീറോയോട് നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, എത്രയും വേഗം ആൽഫാർവാണിന്റെ അടുത്തേക്ക് എത്തണമെന്ന് പറയും. അവന്റെ ക്വിക്സ് പവർ അത് ഇൻക്രീസ് ചെയ്യുകയാണ്. അത് കേട്ട് ഹീറോയ്ക്ക് ടെൻഷൻ കൂടും. കട്ട് ചെയ്ത ഇവിടെ കച്ചാപ്പൈന്റെ അവസ്ഥ കണ്ട് എല്ലാവർക്കും ഒരുപാട് വിഷമം. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യം ഉണ്ടായിരുന്നവനാണ് കച്ചാൻ പയ്യൻ. അവൻ ഇങ്ങനെ ഒരു ഭരണം സംഭവിക്കുമെന്ന് അവരാരും തന്നെ കരുതിയതല്ല. നോക്കും, ഹാർട്ട് അവിടെ തന്നെ ഉണ്ട്, പക്ഷേ അത് മുഴുവനായിട്ടും തകർന്നു പോയി. ഇപ്പൊ പൾസ് അവനില്ല. അവരെങ്ങനെയെങ്കിലും നമ്മുടെ ഹീറോ സിക്ക് പയ്യൻ അവൻ അവിടേക്ക് വരുന്നത് വരെയെങ്കിലും ആർക്കും ഒന്നും പറ്റാതെ പിടിച്ചു നിൽക്കണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ അപ്പോഴേക്കും കച്ചാ പയ്യൻ അവരുടെ കൈവിട്ടു പോയി. ഡബോറ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ഇനി എത്രയൊക്കെ ചെക്ക് ചെയ്തിട്ടും കാര്യമില്ല, അവന്റെ കാറ്റ് പോയി, അവൻ ഇനി എഴുന്നേൽക്കില്ല. പ്രതീക്ഷ കൈവിടാതെ ഇപ്പൊ കച്ചാ പയ്യന്റെ ബോഡി അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവിടുന്ന് സേഫായ സ്ഥലത്തേക്ക് മാറ്റുകയാണ്. ആ സമയത്ത് മിർക്കോ ആണെങ്കിൽ അവളുടെ കൈയും കാലും തകർന്നതുപോലും നോക്കാതെ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം അവനാണെങ്കിൽ അവളെ ലോക്ക് ചെയ്യും. ലാസ്റ്റ് ടൈം അവൾക്ക് അവനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയതാണ്. പക്ഷെ ജസ്റ്റ് മിസ്സിന് അതെല്ലാം മിസ്സായി പോയി. ലാസ്റ്റ് ടൈം എന്നെ നിനക്ക് കൊല്ലാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് കരുതിയല്ലേ നീ ഇപ്പോൾ ഈ കോൺഫിഡൻസിൽ എൻ്റെ അടുത്തേക്ക് വന്നത്? സത്യത്തിൽ ആ സമയത്ത് അവിടെ ഒരുപാട് സൂപ്പർ ഹീറോസ് ഉണ്ടായിരുന്നു. ഒരു വിചാരിച്ചാൽ ഈസി ആയിട്ടും പലതും ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്ത ടോഡ്രോക്കി ഫൈറ്റ് ചെയ്ത ആ ഒരു സ്ഥലം കാണിക്കും. ടോഗ വില്ലനെ എല്ലാവരും കരുതിയത് അവനെ ടോഡ്രോക്കി കൊന്നു എന്നാണ്. പക്ഷേ അവനാണെങ്കിൽ വീണ്ടും ജീവനോടുകൂടെ വന്നിരിക്കുകയാണ്. അവനെ കാണേണ്ട താമസം ചുറ്റുമുണ്ടായിരുന്ന ഹീറോസ് ആണെങ്കിൽ ടോഡ്രോക്കിയോട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പറയും. ഇവിടെ ടോഗയാണെങ്കിൽ ടോഡ്രോക്കിയോട് പറയും, നീ അവസാനമായിട്ട് ഉപയോഗിച്ച ആ ഒരു മൂവ് അത് ഞാൻ കോപ്പി ചെയ്തു എന്ന് പറഞ്ഞ് ടോഡ്രോക്കി അവസാനം ചെയ്ത അതേ മൂവ് തന്നെ അവനും ചെയ്ത് കാണിക്കുകയാണ്. അത് കണ്ട് ടോഡ്രോക്കി വണ്ടറടിക്കും. ഇവിടെ ടോഗയാണെങ്കിൽ സെപ്റ്റിക്കിനെ കോണ്ടാക്ട് ചെയ്ത് അവന്റെ അച്ഛൻ എൻഡവർ എവിടെയാണെന്ന് അന്വേഷിക്കും. ഉടനെ തൊട്ടാ വില്ലേജിൽ അവന്റെ അച്ഛൻ ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യം സെപ്റ്റിക് ആണെങ്കിൽ ഇപ്പൊ ടോഗയോട് പറയും. മൂക്കന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. മൂക്കൻ മരിച്ചതിന് ശേഷം ഇപ്പൊ ഡബോറയുടെ അണ്ടറിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരുടെ സിസ്റ്റം അതെല്ലാം തന്നെ ഹാക്ക് ചെയ്ത് വില്ലന്മാരെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും, ആരും അവരുടെ സെക്യൂരിറ്റി സിസ്റ്റം അത് ഹാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന്. ഡബോറ, ആൽഫാർവാൺ ഇവരൊക്കെ തന്നെ ആ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വന്ന അവരുടെ ക്വിക്സ് പവർ ഉപയോഗിച്ച് വളരെയധികം വലിയ യുദ്ധം അവിടെ ഉണ്ടാക്കും. മാത്രമല്ല അവനാണെങ്കിൽ സ്കൂളിൽ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലവും ഇപ്പൊ ഹാക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ജനങ്ങളെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പൊ വലിയ ഭയമൊന്നുമില്ല. എല്ലാവരും എൻഡവറിലും ഇസുക്ക് പയ്യനിലും ടോഡ്രോക്കിയിലും ഒക്കെ തന്നെ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ അവർക്ക് പോലും അറിയില്ല അവരുടെ ഇടയിൽ 2 ബ്ലാക്ക് ഷിപ്പുള്ള കാര്യം. കട്ട് ചെയ്ത ഇവിടെ എൻഡവർ അറ്റാക്ക് ചെയ്ത ആൽഫാർ വണ്ണിനെ കാണിക്കും. തന്റെ ബോഡിയിലെ സ്കിന്ന് അത് മുഴുവൻ പീൽഡായി പോയി. ഇപ്പൊ പുതിയൊരു ആൽഫാർ വണ്ണ് തന്നെ യാതൊരു പോറലും ഇല്ലാതെ പുറത്തേക്ക് വരും. അതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെടും. ആൽഫാർ വണ്ണിന് ഇങ്ങനെയൊരു ചേഞ്ച് അത് സാധ്യമായത് ആ ഡോക്ടറിന്റെ കഴിവാണ്. എറിയുടെ ബ്ലഡ് സാമ്പിൾസ് അതുപയോഗിച്ച് ഏജ് റിവേഴ്സ് ചെയ്യുന്ന ഒരു വലിയ ടെക്നിക്ക് ആൾ കണ്ടുപിടിച്ചു. അതുപയോഗിച്ചാണ് ഇപ്പോൾ ആൽഫാർ വൺ വീണ്ടും യങ്ങായി മാറിയത്. പക്ഷെ ഒരേ ഒരു തവണ മാത്രമേ ആ ഒരു പവർ ഉപയോഗിക്കാനായിട്ട് കഴിയൂ. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ആൽഫാർ വൺ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. ടോക്കയാമി ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കും ഇത് എറിയുടെ പവർ ഉപയോഗിച്ചാണ് ഇവൻ ഇപ്രകാരം ട്രാൻസ്ഫോം ആയതെന്ന്. ഈ ചപ്രകാരം റീവൈൻഡ് ആയിക്കൊണ്ടേ ഇരുന്നാൽ അവൻ വളരെയധികം യങ്ങായി പിന്നീട് കുറെ വർഷത്തിന് ശേഷം മരണപ്പെടും. ഇപ്പോ മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ എത്തിയതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹസികത അവൻ കാണിച്ചത്. അവനാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ കേക്സ് പവർ അതെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഓക്സ് ജസ്റ്റ് മിസ്സിന് ആ പെൺകുട്ടിയെ രക്ഷിക്കുകയാണ്. സത്യത്തിൽ അവനാണെങ്കിൽ ഇപ്പോ മരിച്ചാലും മരിച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. കാരണം ഡബോറയുടെ ഉള്ളിൽ അവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവന്റെ തന്നെ കോൺഷ്യസ് പവറാണ്. അതുകൊണ്ട് റിയൽ ആയിട്ട് അവന്റെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും ഡബോറയുടെ ഉള്ളിൽ അവന് ജീവിക്കാനായിട്ട് കഴിയും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവനെ തകർക്കാനായിട്ട് ഒന്നുകൂടെ എൻഡവർ അവനെ അറ്റാക്ക് ചെയ്തതുപോലെ അറ്റാക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇസക്ക് പയ്യൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഓക്സ് ആണെങ്കിൽ ശരിക്കും നിന്റെ യഥാർത്ഥ പ്ലാൻ എന്താണെന്ന് ചോദിക്കും. അതിനവൻ പറയും, ഒരു കോമിക് ബുക്ക് വായിച്ചതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തത്. ക്യാപ്റ്റൻ ഹീറോ എന്ന് പേരുള്ള ഒരാളെയാണ് ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത വൈറ്റ് ഹൗസിൽ എങ്ങനെയെങ്കിലും ആൽഫാർ വണ്ണിനെ ഇല്ലാതാക്കാനുള്ള ചർച്ച അതങ്ങനെ കാര്യമായിട്ട് നടക്കുകയാണ്. പ്രസിഡന്റ് ആണെങ്കിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവരോട് പറയും. ആൽഫാർ വണ്ണിനെ അത്ര വേഗം തോൽപ്പിക്കാൻ ആരെക്കൊണ്ട് കഴിയില്ല. എന്തിന്റെ സ്റ്റാർ പോലും അവന്റെ മുൻപിൽ തോറ്റുപോയി. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ അവനുമായിട്ടൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ആൽഫാർ വണ്ണിനെ ഹെൽപ്പ് ചെയ്യാം, അവനുമായിട്ട് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ മാത്രം അവനൊന്നും ചെയ്യില്ല. അത് കേട്ട് ബാക്കിയുണ്ടായിരുന്ന ഓഫീസേഴ്സ് എല്ലാവരും ഷോക്ക് ആവുകയാണ്. കട്ട് ചെയ്ത ജീനിസ്റ്റ് ആണെങ്കിൽ കച്ചാപ്പയ്യന്റെ ബോഡി അതങ്ങനെ
അവളെ കൊണ്ട് പറ്റും പോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഹെഡ് ഷോട്ട് ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. നിന്നെ കൊണ്ടത് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയില്ല. ഞാനൊരു നിഞ്ചയാണ്. അതുകൊണ്ട് കുറെ കൂടെ കെയർഫുൾ ആയിട്ട് എനിക്കിത് ചെയ്യാൻ കഴിയും. ഞാനത് ചെയ്യാമെന്ന് പറയും. അതിനുശേഷം അവരാണെങ്കിൽ മിർക്കോയോട് പറയും, ഇവരാണ് ഫ്യൂച്ചർ. സോ ഒരു കാരണവശാലും ഇവരെ വിട്ടുകൊടുക്കാൻ പാടില്ല. മിർക്കോ, നീ നിന്റെ അവസാന ശ്വാസം വരെ ആ ഒരു വില്ലനുമായിട്ട് പോരാടണം. ടബോറയാണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. നിങ്ങൾ തോക്കുക തന്നെ ചെയ്യും. അതിന് ഓപ്പോസിറ്റുള്ള നമ്മുടെ ആൾക്കാർ പറയും, അവൻ മരിച്ചിട്ട് അധിക സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബോഡി ടെമ്പറേച്ചർ അവനെ വിട്ടുപോയിട്ടുണ്ടാവില്ല. എങ്ങനെയെങ്കിലും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള 1% ചാൻസ് എങ്കിലും അവിടെ കാണും. ഞങ്ങളത് ശ്രമിക്കുമെന്ന് പറയും. ഇവിടെ ഹെഡ്ഷൂട്ടിനോട് ചുറ്റുമുള്ളവരെല്ലാവരും പറയും, അവൻ മരിച്ചു കഴിഞ്ഞു. അവൻ ഇനി തിരികെ കൊണ്ടുവരിക എന്നത് അസാധ്യമാണ്. അതിന് ഹെഡ്ഷോട്ട് പറയും, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. ഉറപ്പായാലും എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കച്ചാപ്പയ്യനെ ഞാൻ തിരികെ കൊണ്ടുവരും. ഇനി ഇവൻ്റെ ഹാർട്ടായി മാറാൻ പോകുന്നത് ഞാനാണെന്ന് പറഞ്ഞ് അവൻ്റെ ബോഡി തന്നെ വളരെ ചെറിയ മൈന്യൂട്ടൊരു ഹാർട്ട് വേവ്സ് പോലാക്കി മാറ്റുകയാണ്. മാത്രമല്ല അവൻ ശുദ്ധമായിട്ടിരിക്കാനായിട്ട് വെള്ളം വെച്ച് അവനെ തന്നെ ക്ലീൻ ചെയ്യും. അപ്പോഴായിരിക്കും ജീനിസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അവൻ്റെ ഹാർട്ട് കാണിക്കുക. അത് വളരെ പ്രോപ്പറായിട്ട് തന്നെ അവൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞൊടിയിടയിൽ അവനാണെങ്കിൽ ഇപ്പോൾ കച്ചാപ്പയ്യൻ്റെ ഹാർട്ടായും ഇന്റേണൽ ഓർഗൻസായും മാറി അവന് CPR കൊടുക്കാനായിട്ട് തുടങ്ങും. പക്ഷെ കച്ചാപ്പയ്യനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. കച്ചാപ്പയ്യനെ എങ്ങനെയെങ്കിലും ജീവൻ തിരികെ പിടിക്കാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവനത് ചെയ്യുന്ന അതേ സമയത്ത് ബാക്കിയുള്ളവർ ആ ഒരു ഡബോറയെ അവനെ തടയണം. ഡബോറയാണെങ്കിൽ ദേഷ്യപ്പെടും, ഞാൻ ആ കച്ചാപ്പയ്യനെ ഓൾറെഡി അടിച്ച് തകർത്ത് കളഞ്ഞതാണ്. നിങ്ങൾ വീണ്ടും അവനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് ചോദിക്കും. ആ സമയത്ത് മിർക്കോ ആണെങ്കിൽ അവളുടെ ഒറ്റ കൈയും കാലും ഉപയോഗിച്ച് അവൻ്റെ നേർക്ക് അങ്ങനെ ചാടി വീഴുകയാണ്. ഡബോറയാണെങ്കിൽ ഫുൾ കലിപ്പിൽ അവൻ്റെ ഒരു കൈ കൂടെ മിർക്കോയുടെ ബാക്കിയുണ്ടായിരുന്ന ഒരു കൈ കൂടെ അങ്ങനെ കടിച്ചു പറിച്ചെടുക്കും. ഇപ്പൊ അവൾക്ക് അവശേഷിക്കുന്നത് ഒരേ ഒരു കാല് മാത്രമാണ്. ആ സമയത്ത് ഡൊമോറയ്ക്കാണെങ്കിൽ ഇപ്പൊ പതിയെ വേദന എടുക്കാനായിട്ട് തുടങ്ങും. കാരണം അവസാനമായിട്ട് കച്ചാപ്പയ്യൻ അടിച്ച ആ ഒരു അടി അതിപ്പോഴാണ് അവന്റെ ബോഡിയിൽ എഫക്റ്റ് ആയത്. ആണെങ്കിൽ രണ്ടാമത്തെ കൈ നഷ്ടപ്പെട്ടു പോയ മിർക്കോയുടെ ആ ഒരു ഭാഗം അതങ്ങനെ ചുരുട്ടി പിടിക്കുകയാണ്, ബ്ലഡ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ഡബോറയാണെങ്കിൽ എന്നിട്ടും വിടാതെ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവളുടെ അടുത്തേക്ക് പോകും. ആ സമയത്താണെങ്കിൽ ലെമിലിയൻ അവനെ പിടിച്ചു വെക്കും. ഡബോറ ദേഷ്യപ്പെട്ട് പറയും, മനുഷ്യർക്ക് ഒരു പ്രത്യേക സമയത്തുമ്പോൾ മനുഷ്യർ മരിക്കും, അതുപോലെ തന്നെ എന്റെ സമയത്തുമ്പോൾ ഞാനും ഉറപ്പായിട്ടും മരിക്കുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ലെമിലിയനെ തട്ടി മാറ്റി മിർക്കോയുടെ ബോഡിയിലെ അവസാനമായിട്ട് ബാക്കിയുള്ള ആ കാലിൽ അതിൽ ആഞ്ഞു ചവിട്ടുകയാണ്. പക്ഷെ മിർക്കോ ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി കറങ്ങി വന്ന് തിരിച്ച് അവന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരു കിക്ക്. അതേസമയം ഡൊബോറയുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിയെ കാണിക്കും. എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, സോ ഇനിയും ഞാൻ ഇതിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഡബോറ ആണെങ്കിൽ അവന് വേണ്ട വിധത്തിലേക്ക് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. മിർക്കോ ആണെങ്കിൽ വീണ്ടും അവനെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവനാണെങ്കിൽ ഇപ്പം മിർക്കോയെ കഴിഞ്ഞ് സ്പീഡിൽ വന്ന് മെർക്കോയെ തന്നെ ആഞ്ഞട്ടിക്കും. പിന്നീട് ലെമിനിയെ ചുറ്റുമുണ്ടായിരുന്ന ഓരോരുത്തരെ കിക്ക് ചെയ്ത് താഴെയിടും. അവന്റെ ലക്ഷ്യം കച്ചാപ്പയ്യനാണ്. ഡബോറയാണെങ്കിൽ കച്ചയ്ക്ക് നേരെ വരുന്നത് കണ്ട ജീനിസ്റ്റ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും തടയാനായി ഫൈബർ ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒരു ഭാഗത്ത് ലെമിനിയനും ഫൈബറിന്റെ ഒരു അറ്റത്ത് പിടിച്ച് പുറകിലേക്ക് വലിക്കും. പക്ഷെ അവന്റെ ഫോഴ്സ് കൊണ്ട് ആ ഫൈബർ ഒന്നൊന്നായിട്ട് പൊട്ടി പോവാണ്. ആ സമയത്തായിരിക്കും 2 സെക്കൻഡിലേക്ക് ആ ഒരു ബാരിയർ ഓപ്പൺ ആവാൻ പോവുകയാണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടുക. ലെമിനിയനും ജീനിസ്റ്റിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഉടനെ നമ്മുടെ ചെക്കനാണെങ്കിൽ ഡബോറയെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് നീ ഇതിനു മുൻപ് ഇത് കണ്ടിട്ടുണ്ടോ ചോദിച്ച് നിതമ്മ കുലുക്കി കാണിച്ചു കൊടുക്കും. അടുത്ത നിമിഷം ആ ഒരു ബാരിയർ അത് ഓപ്പണായി അങ്ങനെ ക്ലോസ് ആവുകയാണ്. സത്യത്തിൽ ആ ബാരിയർ ഓപ്പൺ ആക്കി ക്ലോസ് ആക്കാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഇസക്ക് മിറ്റോറിയ അവൻ അവിടേക്ക് എത്തി. അവനകത്തേക്ക് കയറാനാണ് ഒരു ബാരിയർ അത് ഓപ്പൺ ചെയ്തത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.